ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രാജ ഓർ വിദ്രോഹി എന്ന് പറയുന്ന നാടകത്തിൻ്റെ മൂന്നാമത്തെ ദൃശ്യമാണ്, മൂന്നാമത്തെ സീനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് നമ്മൾ പാർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ചെറിയ റീക്യാപ്പ് പറയുകയാണെങ്കിൽ, ആദ്യം മുതൽ നോക്കുന്നില്ല, ചെറിയൊരു റീക്യാപ്പ് പോലെ പറയാം. രാജ ഓർ വിദ്രോഹി എന്നാണ് നാടകത്തിൻ്റെ പേര്. എഴുതിയത് രവീന്ദ്രനാഥ് ടാക്കൂർ, അനുവാദകമാണ് അമർ ഗോസ്വാമി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഹേം എന്ന് പറയുന്ന ആളാണ് വിദ്രോഹിയായിട്ട് വരുന്നത്. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. പിന്നെ സേനാപതി, സൈനിക്, രാജാവ്, മന്ത്രി, ന്യായാധീഷ്. അപ്പോൾ ന്യായാധീഷ് വരുന്ന ഒരു സീനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ജഡ്ജ് വരുന്നത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മൾ രണ്ടാമത്തെ സീനും കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് എന്താണ്, രാജാവും സേനാപതിയും ജനത അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ നമ്മൾ കണ്ടു. ഓക്കെ, പിന്നെ എന്താണ്, ഹേമിലെ കുറ്റം ആരോപിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എന്നാൽ രാജാവിന് പറ്റിയൊരു എതിരാളിയായിട്ട് അവർ തീരുമാനിച്ച ഹേം എന്ന് പറയുന്ന ആളെയാണ്. ഓക്കെ, അപ്പം അവിടെ ആളുകൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇസേ कहते हैं രാജാ का एकदम യോഗ്യ ശത്രു ടീക്ക് ആണ്, ഇതിനെയാണോ രാജാവിന് ഏറ്റവും യോഗ്യനായ ശത്രു എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടു. അതിന് ശേഷം പിന്നെ നമുക്കൊന്ന് നോക്കാനുള്ള മൂന്നാമത്തെ ദൃശ്യമാണ്. ഓക്കെ, അപ്പോൾ അവിടെ മൂന്നാമത്തെ ദൃശ്യം നമ്മൾ നോക്കുമ്പോൾ സേനാപതി പോകുന്നു. സേനാപതി കാ പ്രസ്ഥാൻ, ന്യായാധീഷ് കാ പ്രവേശ്. ജഡ്ജ് ഉബേൻ എന്ന് പറയുന്ന കുട്ടിയാണ്. ആ കുട്ടി കടന്നു വരുന്നു. അതാണ് മൂന്നാമത്തെ ദൃശ്യത്തിലെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത വീഡിയോയുടെ ലിങ്ക് ഇതിൽ കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം ഇനിയൊരു റീക്യാപ്പ് പറയാൻ പോയ വീഡിയോ വീണ്ടും ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ്. ഓക്കെ, नेक्स्ट ആണ് जनता। माननीय न्यायाधीश महोदय, हम लोग जानना चाहते हैं कि हेम के साथ महाराज की ये जो लड़ाई हो रही है वो कहाँ तक उचित है। അപ്പോൾ ന്യായാധീശിൻ്റെ അടുത്ത് ആളുകൾ പറയുവാണ്, ഞങ്ങൾക്ക് ഒരു കാര്യം അറിയണമെന്നുണ്ട്. എന്താണ്, ഹേമും മഹാരാജാവുമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട്, അത് എത്രത്തോളം ഉചിതമാണ് എന്ന് ഞങ്ങൾക്ക് അറിയണം. ഓക്കെ, അവർ തമ്മിലാണ് ആ യുദ്ധം. മഹാരാജാവിന് യോഗ്യനായ ശത്രു ഹേമെന്നാണ് അവിടെ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ന്യായാധീഷ്, അരെ സരാ ഇസ്കി ബാത് സുനോ, വേ തോ രാജാ ഹേ. ന്യായാധീഷ് പറയുന്നത് എന്താണ്, അദ്ദേഹം രാജാവാണ്. ജനത, ഇസ്ലിയെ തോ വേ ന്യായ ധർമ്മ കെ പാലൻഹാർ ഹോങ്കെ. അപ്പോൾ എന്താണ്, ന്യായവും നീതിയൊക്കെ നടപ്പാക്കേണ്ടത് എന്താണ്, അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആളായിരിക്കണം രാജാവ്. ന്യായാധീഷ്, ന്യായ അന്യായത്തോ രാജാ ഹി ജാനത്തെ ഹെ, ഹം ലോഗ് ക്യാ കർ സക്തെ. ന്യായവും അന്യായവും മഹാരാജാവിനറിയാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. जनता, हम समझते हैं कि जब तक महाराज न्याय की राह पर चलेंगे तब तक वे हम लोगों के രാജ ബനേ രഹേങ്കെ. അപ്പോൾ എപ്പോൾ വരെയാണ് മഹാരാജാവ് ഈ ന്യായത്തിൻ്റെ പാതയിൽ പോകുന്നത്, അതുവരെ അദ്ദേഹം എന്താണ്, ഹം ലോഗോं के രാജ ബനേ രഹേങ്കെ, അതുവരെ നമ്മളുടെ രാജാവായിട്ട്, അതുവരെ ആയിരിക്കും അദ്ദേഹം നമ്മളുടെ രാജാവായിട്ടുണ്ടാവുക. അപ്പോൾ അദ്ദേഹം അനീതിയുടെ അല്ലെങ്കിൽ അന്യായത്തിൻ്റെ പാതയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും പിന്നീട് ഞങ്ങളുടെ രാജാവായിരിക്കില്ല എന്ന് ജനത പറയണം. ജനത മീൻസ് ആളുകൾ. ഓക്കെ, ന്യായാധീഷ്, ലേക്കിൻ രാജാ കി ഇച്ഛാ കെ സാമനെ ഹമേ സുർ ചുഖാനാ ഹി പടേഗ. അതായത് രാജാവ് എന്താണോ പറയുന്നത് അതിനു മുന്നിൽ നമുക്ക് തല കുനിക്കേണ്ടി വരും. ജനത, അഗർ വോ ഇച്ഛ അന്യായ ഹോ അധർമ്മ ഹോ തബ്ബി. അതായത് ആ അദ്ദേഹം പറയുന്ന അന്യായമാണെങ്കിലും അധർമ്മമാണെങ്കിലും അല്ലെങ്കിൽ അനീതിയാണെങ്കിലും അത് നമ്മൾ സമ്മതിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പം ന്യായാധീഷ് പറയണം ഹാ തബ്ബി, അപ്പോഴും. ജനത, ക്യോ, പക്ഷേ എന്തുകൊണ്ട്. ന്യായാധീഷ്, ബഡേ ആശ്ചര്യ की बात है, जानते नहीं कि महाराज के पास काफ़ी बड़ी फौज की ताकत है. ഓക്കെ, നിങ്ങൾക്കറിയില്ല, കാരണം എന്താണ്, മഹാരാജാവിൻ്റെ അടുത്ത് വലിയൊരു സേന തന്നെയുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കേണ്ടി വരും. ജനത, മഹാരാജ് കോ അദാലത്ത് മേ ബുലാനെ കാ ആദേശ് ദീജിയെ. മഹാരാജാവിനെ അദാലത്തിലേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുക്കൂ. ന്യായാധീഷ്, മഹാരാജ് കോ അദാലത്ത് മേ ബുലാന പടേഗ. മഹാരാജാവിനെ അദാലത്തിലേക്ക് വിളിപ്പിക്കണോ എന്ന് ന്യായാധീഷ് വീണ്ടും ചോദിക്കുവാണ്. അപ്പോൾ ജനത പറയുവാണ്, അഗർ ആപ് ന്യായാധീഷ് കാ കർത്തവ്യ പാലൻ നഹി കർ സക്തേ തോ ഫിർ ആപ്കാ കോയി ഫൈസല ഹം നഹി മാനേങ്കെ. അതായത് താങ്കൾ ന്യായാധീഷിൻ്റെ നന്നായിട്ട് ജോലി എടുത്തില്ലെങ്കിൽ താങ്കളുടെ ഒരു തീരുമാനവും ഞങ്ങളും സമ്മതിക്കില്ല. അതായത് ന്യായാധീഷ് അല്ലെങ്കിൽ ജഡ്ജിനൊരു കർത്തവ്യമുണ്ട്, അത് പൂർണ്ണമായിട്ടും
ചെയ്യാൻ താങ്കൾക്ക് പറ്റില്ലെങ്കിൽ താങ്കളുടെ ഒരു തീരുമാനവും ഞങ്ങൾ സമ്മതിക്കില്ല. ഓക്കെ, താങ്കൾക്ക് താങ്കളുടെ ഡ്യൂട്ടി ചെയ്യണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ന്യായാധീഷ് തും സബ്കി ബാത്തേം ന്യായസംഗത് ഹെ, നിങ്ങൾ പറയുന്നതിൽ കുറേ കാര്യമുണ്ട്. മഹാരാജ്ക്ക് ബുലാവ ഭേജ്നേക്ക് അബ് ജറൂരത്ത് നഹി ഹെ. അപ്പോൾ അവസാനം ന്യായാധീഷ് പറയുകയാണ് നിങ്ങൾ പറയുന്നതിൽ കുറേ കാര്യമുണ്ട്, പക്ഷേ ഇനി മഹാരാജാവിനെ വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം വേ ഹുദ് ഹി ഇധർ ആ രഹേ ഹെ, അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട്. രാജാക്ക പ്രവേശ്, രാജാവ് വരുന്നു. അതായത് ആ സീനിലേക്ക് രാജാവ് വരുന്നു. അപ്പോൾ ആരൊക്കെ ഉണ്ട്? ഇപ്പം ന്യായാധീശുണ്ട്, ജനതയുണ്ട്, രാജാവുണ്ട്. ഇത്രയും പേര് ഇപ്പോൾ ആ ഒരു സീനിലുണ്ട്, സ്റ്റേജിലുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. പിന്നെ ചില സൗണ്ട് കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ റിപ്ലൈ വേണമെങ്കിൽ തരാം. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈക്കിൻ്റെ ഇതാണ്. ഞാൻ ഇടയ്ക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്, ഇപ്പം മൈക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓഡിയോ ചിലപ്പം ക്ലിയർ ആയിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്ക് പോസൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്ന ഈ രീതിയിൽ തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ റെക്കോർഡ് ചെയ്യുവാണ്. ഓക്കെ, അത് പിന്നീട് എഡിറ്റ് ചെയ്യുന്നില്ല. നേരത്തെ ഞാൻ ലൈവാണ് എടുത്തുകൊണ്ടിരുന്നത്, നേരത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം. അപ്പോൾ ഇപ്പോൾ ലൈവ് വരുമ്പോൾ അത് വെർട്ടിക്കൽ സ്ട്രീമിൽ വരുന്നതുകൊണ്ട് ഞാനത് നോക്കാറില്ല, അല്ലെങ്കിൽ ലാപ്പിൽ വേറെ സെറ്റ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ അത് ടൈം എടുക്കുന്നതുകൊണ്ട് അങ്ങനെ നോക്കാറില്ല, എപ്പോഴും ഫോണിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയാണ് ആദ്യം മുതൽ അവസാനം വരെ. അതിൽ എഡിറ്റൊന്നും ചെയ്യാണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പോസുകളൊക്കെ വരാം. ഓക്കെ, അതൊക്കെയാണ് അതിനകത്ത് പറയാനുള്ളൂ. പിന്നെ നമ്മളെല്ലാ വീഡിയോയും തന്നെ ഒരു 10-15 മിനിറ്റ് ഷോർട്ടാക്കാനാണ് നോക്കാറും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകണം ഇന്ന്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ ബാക്കി നമുക്ക് നോക്കാം. രാജാ കാ പ്രവേശ്. രാജ യഹാം ഫീഡ് ക്യോ ലഗി ഹെ തും ലോഗോങ്കോ ക്യാ ചാഹിയെ. അപ്പം രാജാവ് ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ്, യഹാം ഫീഡ് ക്യോ ലഗി ഹെ, ഇവിടെ എന്താണ് ഇങ്ങനെ തിരക്ക്? തും ലോഗോങ്കോ ക്യാ ചാഹിയെ, നിങ്ങൾക്ക് എന്ത് വേണം? ജനത ഹമേ ന്യായ് ചാഹിയെ മഹാരാജ്, ഞങ്ങൾക്ക് നീതി വേണം. രാജ ഇസ്കേ ലിയെ അദാലത്ത് ഹെ വഹാ ജാനെ പർ ന്യായ് കെ ലിയെ സോച്നാ നഹി പടേഗ. ഇതിന് അദാലത്തുണ്ട്, കോടതിയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ന്യായം അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ആലോചിക്കേണ്ടി വരില്ല, അവിടെ നിങ്ങൾക്കത് കിട്ടും എന്ന് മഹാരാജാവ് പറയുവാണ്. അടുത്ത പേജിലേക്ക് പോവാം. ജനത, ഇപ്പോൾ ഒരു പിക്ചറൊക്കെ ഉണ്ട് ഇവിടെ. ജനത മാനനീയ ന്യായാധീश से जानने आया है कि हेम के विरुद्ध महाराज की लड़ाई क्या उचित है. അപ്പോൾ എന്താണ്, ആളുകൾ എന്തിനാണ് അവിടെ വന്നത്? അതായത് ജഡ്ജിൻ്റെ അടുത്ത് നിന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എന്തറിയാൻ? ഹേമുമായിട്ടുള്ള മഹാരാജാവിൻ്റെ യുദ്ധം എത്രത്തോളം ഉചിതമാണ് എന്നറിയാൻ വേണ്ടിയാണ് അവിടെ വന്നത്. ഇപ്പോൾ രാജാവ് അങ്ങോട്ട് വന്നു. ഇപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, ഉചിത് രാജാ കബി അന്യായം നഹി കർ സക്തെ, രാജാവ് ഒരിക്കലും അന്യായം ചെയ്യില്ല. ജനത രാജാ ജബ് അന്യായ കർത്തേ ഹെ ഫിർ വേ രാജാ നഹി രഹത്തെ. അപ്പോൾ എന്താണ്, അന്യായം ചെയ്യുന്നവർ അല്ലെങ്കിൽ അധർമ്മമൊക്കെ ചെയ്യുന്നവരെന്താണ്, പിന്നീട് ഒരിക്കലും അയാൾ രാജാവായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. രാജ തും ലോഗ് കടി ബാത്തേം കഹ് രഹേ ഹോ ഇസ്കാ പരിണാം സോച്ച് ലോ. നിങ്ങൾ രാജാവിൻ്റെ അടുത്താണ് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്. ഇസ്കാ പരിണാം, ഇതിൻ്റെ എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ആലോചിക്കൂ, ഇതിൻ്റെ പരിണാമത്തെക്കുറിച്ച് ആലോചിക്കൂ എന്ന് രാജാവ് പറയുവാണ്. जनता राजा कभी अन्याय नहीं करते, इस बात का मतलब आप भी सोच लीजिए. महाराजा हम सभी ने जानना चाहते हैं कि हेम का अपराध क्या है. അപ്പോൾ രാജാവ് തന്നെ പറഞ്ഞതാണ്, രാജാ കബി അന്യായ നഹി കർത്തെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് താങ്കൾ തന്നെ ആലോചിച്ച് നോക്കൂ എന്ന് രാജാവിൻ്റെ അടുത്ത് പറയുവാണ്. മഹാരാജ് ഹം സബിനെ ജാന്നാ ചാത്തെ ഹേ കി ഹേം കാ അപരാധ് ക്യാ ഹെ, ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ഹേം ചെയ്ത തെറ്റെന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. രാജ ഇസ്കോ തോ മേ ടീക് ടീക് സെ ബതാ നഹി സക്ത, ഇതിനെ ഞാൻ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് രാജാവ് പറയുവാണ്. ജഹാൻ തക് മുझे याद है कि एक दिन राजमहल का हाथी जब घूमने निकला था उसी वक्त हेम ने उसके सामने थूक दिया था. ഓക്കെ, നമുക്കൊന്ന് മീനിങ് നോക്കാം. ജഹാൻ തക് മുझे याद है, അതായത് എനിക്ക് ഓർമ്മയുള്ളത് വെച്ചിട്ട് ഞാൻ പറയാം എന്നാണ് രാജാവ് പറയുന്നത്. ഏക് ദിൻ രാജ്മഹൽ കാ ഹാത്തി ജബ് ഹൂംനെ നിക്കല, ഹൂംന എന്ന് വെച്ച് കഴിഞ്ഞാൽ കറങ്ങാൻ പോവുക. ഓക്കെ, ഹൂംനെ നിക്കല ടീക് ഉസി വക്ത് ഹേമിനെ ഉസ്കെ സാമനെ ധൂക്ക് ദിയാദ, ധൂഖ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ തുപ്പുക. അതായത് ഒരു ദിവസം രാജകൊട്ടാരത്തിൽ ആന കറങ്ങാനിറങ്ങിയപ്പോൾ പുറത്തുകൂടി നടക്കാനിറങ്ങി. ഓക്കെ, ആ ഒരു സമയത്ത് ഹേമാണെങ്കിൽ അതിൻ്റെ മുന്നിൽ തുപ്പി. ഇസെ സബീനെ ദേക്കാഹ, ഇത് എല്ലാവരും കണ്ടു. അപ്പോൾ രാജാവ് പറയുന്ന ഇതാണ്, എന്താണ്, രാജമഹലിലെ ഹാത്തി പുറത്ത് പോയപ്പോൾ പുറത്ത് നടക്കാനിറങ്ങിയപ്പോൾ അതിൻ്റെ മുന്നിൽ ഹേമാണെങ്കിൽ തുപ്പി. ഇതാണ് ഹേം ചെയ്ത
തെറ്റ്. ओके जनता राजा के कानून में अगर दंड देने लायक हो तो अदालत में हेम पर मुकदमा क्यों न चलाया जाए. അതായത് രാജാവിൻ്റെ നിയമം അനുസരിച്ച് ഹേമിന് ശിക്ഷ കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോടതിയിൽ എന്തുകൊണ്ട് ഹേമിന് വേണ്ടി ഒരു വക്കാലത്ത് എന്തുകൊണ്ട് കോടതിയിൽ ആ കേസ് കൊണ്ടുവരുന്നില്ല, എന്തുകൊണ്ട് കേസ് നടത്തിക്കൂടാ എന്ന് ആളുകൾ ചോദിക്കുകയാണ്. അതായത് രാജാവ് എന്താണ് പുള്ളിനെ തെറ്റുകാരനായിട്ട് കണക്കാക്കി എങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ ഒരു വിചാരണ നടത്തിക്കൂടാ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, വിചാരണയാണ് കറക്റ്റ് വേർഡ്. രാജ യാനിക്ക് ലഡായിക്ക് ആനന്ദ് और उल्लास से तुम लोग मुझे अलग करना चाहते हो. അതായത് യുദ്ധത്തിൻ്റെ ആ സന്തോഷത്തിൽ നിന്നും ആഹ്ലാദത്തിൽ നിന്നൊക്കെ എന്നെ മാറ്റി നിർത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് രാജാവ് ചോദിക്കണം. കാരണം വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ശത്രുവാണ് ഹേമ്. ഓക്കെ, ഒത്തിരി ആലോചിച്ചിട്ടൊക്കെയാണ് ഹേമിനെ കിട്ടിയത്, രാജാവിന് യോഗ്യനായ ശത്രു എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് പിന്നീട് നോക്കാം. ജനത ഇസ്ലേക്ക് ലഡായി അന്യായ ഹെ. ആളുകൾ പറയുന്നത് എന്താണ്, ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് അന്യായമാണ്. രാജ ലേക്കിൻ ഹമേ ഇസ്കി ബേഹദ് സരൂരത് ഹെ. എനിക്കിതിൻ്റെ ആവശ്യമുണ്ട്. ബേഹദ് സരൂരത് മീൻസ് ആവശ്യം, എനിക്കിതിൻ്റെ വലിയ ആവശ്യം ഉണ്ട്. എന്താന്ന് ഇതിനകത്ത് പറയും. ജനത ജറൂരത് ക്യോം, എന്താണ് ആവശ്യം എന്ന് ആളുകൾ ചോദിക്കുകയാണ്. രാജ ഖാലി ബേട്ടെ ബേട്ടെ ഹമാരെ സൈനിക് ലഡ്ന ഫൂൽത്തെ ജാ രഹേ ഹെ. അപ്പോൾ എന്താണ്, വെറുതെ ഇരുന്നിട്ട് നമ്മുടെ സൈനികർ യുദ്ധം ചെയ്യാൻ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറന്നുപോയി. ഓക്കെ, കാരണം അവർക്ക് എന്താണ് ആ ഒരു രാജ്യത്തൊരു യുദ്ധം ചെയ്യാനൊരു ശത്രുവില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഹേമിൻ്റെ പുറകെ പോയത്. ഓക്കെ, അങ്ങനെയാണ് ഹേമിനെ കണ്ടുപിടിച്ച്. അപ്പം ചെയ്ത കുറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ആദ്യത്തിലെ സീനിൽ നമ്മൾ കണ്ടു വായിക്കോട്ടെ വിടുന്നത്. ഇപ്പോൾ രാജാവ് പറയുന്നത് എന്താണ്, ആനയുടെ മുമ്പിൽ തുപ്പി. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ജനത തബ് തോ ഹം ലോഗ് ഹേം കി തരഫ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഹേമിൻ്റെ ഒപ്പമാണ്, ഞങ്ങൾ ഹേമിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ചലോ ഫായി ചൽക്കർ ഹേം കെ സാത്ത് മസ്ബൂത്ത് കരയും. അപ്പോൾ എന്താണ്, ആ ഹേമിൻ്റെ സപ്പോർട്ട് കൂട്ടാം എന്ന് പറഞ്ഞ ആളുകൾ അങ്ങോട്ട് പോവുകയാണ്. സബ് ജാത്തെ ഹെ, എല്ലാവരും പോകുന്നു. അപ്പോൾ അങ്ങോട്ട് അപ്പോൾ എന്താണ്, ആളുകൾ കടന്നുപോയി. അപ്പോൾ അവിടെ ആരാ ഉള്ള, ന്യായാധീശുണ്ട്, രാജാവുണ്ട്. അപ്പോൾ അങ്ങോട്ട് സേനാപതി കടന്നു വരുവാണ് വീണ്ടും. ഓക്കെ, അവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലും കൂടെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പാഠം തീർക്കും. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വീഡിയോ കൂടി മതിയാവും, അതിൽ നമ്മൾ ഈ പാഠം തീർക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് राजा और विद्रोही. ओके सो गाइस सी यू इन द नेक्स्ट, तब तक के लिए ओके बाय.